എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം? വമഅനാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ഏതാണ് അതിൻ്റെ അർത്ഥം? ഈ അർത്ഥം അത് വിശദീകരിക്കുന്നതിന് മുൻപ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ 4 വാക്കുകളാണുള്ളത്. ലാ ഇലാഹ ഇല്ലാ അല്ലാഹ്. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ലാ ഇലാഹ, ഒരു ഇലാഹും തന്നെ ഇല്ല. ഇലാഹ് എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. ആ അർത്ഥമാണ് ആ വാക്കിനുള്ളത്. ലാ ഇലാഹ എന്ന് പറഞ്ഞ് ഒരു ഇലാഹും തന്നെ ഇല്ല. അതാണ് ആ പ്രയോഗത്തിന്റെ ഉദ്ദേശം. ഇലാഹ് എന്ന് പറയപ്പെടാവുന്ന ഒന്നും തന്നെ ഇല്ല. ഇല്ല, ഇല്ല എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അറബിയിൽ അതിന്റെ ഒഴികെ എന്നാണ്. ഇനി പറയാൻ പോകുന്നതല്ലാതെ ഒരു ഇലാഹും തന്നെ ഇല്ല. ആരാണ് ഇനി പറയുന്നത്? അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴികെ ഇലാഹ് എന്ന് പറയപ്പെടാവുന്ന ഒന്നും തന്നെ ഇല്ല എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ ഏതാണ്ടൊരു വാക്കർത്ഥം. ഇനി അതിൻ്റെ ഉദ്ദേശമാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കണമെങ്കിൽ ഇലാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം നാം പഠിച്ചാൽ മതി. അവിടെയാണ് ഇതിൻ്റെ ചർച്ച മുഴുവൻ നിൽക്കുന്നത്. എന്താണ് ഇലാഹ്? ഇലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മഅബൂദ് എന്നാണ്. ആരാധിക്കപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഇലാഹ് എന്ന വാക്ക് ഉപയോഗിക്കും. ഒരു കാര്യം ആരാധിക്കപ്പെടും, കല്ലാകട്ടെ, മണ്ണാകട്ടെ, മരമാകട്ടെ, മനുഷ്യനാകട്ടെ, ജീവനുള്ളതാകട്ടെ, അല്ലാത്തതാകട്ടെ, എന്താകട്ടെ, ഒരു വസ്തു ആരാധിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഇലാഹാണ്, അത് മഅബൂദാണ്, ഇബാദത്ത് ചെയ്യപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുവാണ്. അപ്പോൾ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന ഒന്നും തന്നെ ഇല്ല ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ. ഇതിന്റെ വാക്കർത്ഥമാണ്. എന്നാൽ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ലാ മഅബൂദ, ഒരു ആരാധ്യനുമില്ല, ആരാധിക്കപ്പെടുന്ന ഒന്നുമില്ല, ബിഹഖ്ഖിൻ, അർഹമായ രൂപത്തിൽ, ഹക്കോടുകൂടി. നമ്മൾ പറയാറില്ലേ, നമ്മളെ ഹക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് പറയും. എന്താ? അവകാശം. ലാ മഅബൂദ ബിഹഖ്ഖിൻ, അർഹമായ രൂപത്തിൽ, ശരിയായ രൂപത്തിൽ, ഹക്കായ രൂപത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരു ആരാധ്യനുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ. എന്തുകൊണ്ടാണ് നമ്മളിവിടെ അർഹമായത് എന്ന ഒരു വാക്ക് കൂട്ടിച്ചേർത്തത്? എന്തിനാണ്? നേരത്തെ പറഞ്ഞ അർത്ഥത്തിലേക്ക് ഒന്നുകൂടി പോയാൽ മനസ്സിലാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന ഒരു വസ്തുവുമില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ്. കാരണം ഇവിടെ അള്ളാഹ്ക്ക് പുറമെ പലതും ആരാധിക്കപ്പെടുന്നുണ്ട്. അവ ആരാധിക്കപ്പെടാൻ പാടില്ല എങ്കിലും കല്ലുകൾ ആരാധിക്കപ്പെടുന്നുണ്ട്, അതിനെ ആരാധിക്കാൻ പാടില്ല, അത് ശരിയാണ്. ഈസാ നബിയെ ആരാധിക്കുന്നുണ്ട്, ആരാധിക്കാൻ പാടുണ്ടോ? ഇല്ല, ആരാധിക്കാൻ പാടില്ല. ആരാധിക്കപ്പെടുന്നു എന്ന അർത്ഥത്തിൽ അവയെല്ലാം ഇലാഹാണ്. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ആരാധിക്കുന്ന വസ്തുക്കളെ എന്താ വിളിച്ചത്? ആലിഹതുക്കും. ഖുലി ദുഉ ആലിഹതക്കും, നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ വിളിക്കുക. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അവ ആരാധിക്കപ്പെടുന്നതാണ്, ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കളാണ്. ആ അർത്ഥത്തിൽ അവ ഇലാഹുകളാണ്. പക്ഷേ അവക്ക് ആരാധിക്കപ്പെടാനുള്ള അർഹതയുണ്ടോ? അർഹതയില്ല. അതുകൊണ്ടാണ് ലാ മഅബൂദ ബിഹഖ്ഖിൻ എന്ന വിശദീകരണം ഉലമാക്കൾ ഇവിടെ നൽകിയത്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അറബി ഭാഷയിലെ ചില നിയമങ്ങൾ അതിന് കാരണമാണ്. അറബി ഭാഷയിലുള്ള സ്ഥിരപ്പെട്ട ശൈലിയാണിത്. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഇലാഹായി ഒരാളും തന്നെ ഇല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ. അതാണ് അതിന്റെ അർത്ഥം. എന്താണ് ഈ പറഞ്ഞതിനുള്ള തെളിവെന്താണ്? വിശുദ്ധ ഖുർആനിലെ അനേകായിരം ആയത്തുകൾ ഈ പറഞ്ഞതിനുള്ള തെളിവാണ്. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിലെ 62-ാമത്തെ ആയത്തിൽ പറയുന്നു, ذلك بأن الله هو الحق وأن ما يدعون من دونه الباطل وأن ما يدعون من دونه هو الباطل وأن الله هو العلي الكبير. سورة الحج الآيتان. الله പറയുന്നു ذلك بأن الله هو الحق. അതുകൊണ്ട് മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഹക്കായുള്ളവൻ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അവനാണ് ആരാധിക്കപ്പെടാൻ ഹക്കുള്ളവൻ, അർഹതയുള്ളവൻ. അവനാണ് ഇബാദത്ത് ചെയ്യപ്പെടാൻ, ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ അല്ലാഹു മാത്രമാണ്. വഅന്ന മാ യദ്ഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ. അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവയെല്ലാം ബാത്തിലാണ്. അവക്ക് ആരാധനക്ക് അർഹതയില്ല, അവക്ക് അതിന് അവകാശമില്ല. അവരാ നൽകുന്ന ആരാധന നിരർത്ഥകമാണ്, നിഷ്ഫലമാണ്.
അതാണ് ആ ബാത്തിൽ എന്ന് പറയുന്ന അർത്ഥം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളവൻ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥം.